മരണം കൊണ്ട് പോലും അവസാനിക്കാത്തൊരു പ്രണയത്തിൻ്റെ കഥ കൂടിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഇതെൻ്റെ അമ്മമ്മയും അമ്മച്ചനാണ്. ഇത് അമ്മമ്മയുടെ വീടാണ് കേട്ടോ. അമ്മമ്മ എന്ന് പറയുമ്പോൾ രാവിലെ, അതായത് അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നതിന് മുന്നേ അമ്മമ്മ വീട് എല്ലാം അടിച്ച് തളിച്ച് ശുദ്ധമാക്കിയിട്ടുണ്ടാവും. അമ്മമ്മയും ശുദ്ധമായിട്ടുണ്ടാവും. അങ്ങനെ ഒരു ചിട്ടയായ രീതിയിൽ മുന്നോട്ട് പോരുന്ന ഒരാളാണ് കേട്ടോ. പണ്ട് അമ്മമ്മയെ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് പിന്തിരിഞ്ഞിരുന്ന് തേങ്ങ ചിരവിക്കൊണ്ടിരുന്ന അമ്മമ്മയുടെ മുടി കണ്ട് ഫ്ലാറ്റായതാണ് എൻ്റെ അമ്മച്ചൻ. അതവരുടെ കല്യാണത്തിലും പിന്നെ നീണ്ട ഒരു കാലത്തെ പ്രണയത്തിലുമാണ് ഈ ഒരു ബന്ധം മുന്നോട്ട് പോയത്. അവർക്ക് 4 മക്കളും. അതിൽ മകളുടെ മകളാണ് കേട്ടോ ഞാൻ. അമ്മമ്മയ്ക്ക് ചെടികളൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. വീടിൻ്റെ പരിസരത്ത് അമ്മമ്മ അവിടുന്ന് ഇവിടുന്നൊക്കെ കൊണ്ടുവന്ന് നട്ട ഒരുപാട് ചെടികളുണ്ട്. അതിലൊന്നുപോലും വാടുന്നതോ അല്ലെങ്കിൽ നശിക്കുന്നതോ ഒന്നും അമ്മമ്മയ്ക്ക് ഇഷ്ടമല്ല. ഒരു ചന്ദനക്കുറിയോടെ അല്ലാണ്ട് ഞാൻ അമ്മമ്മ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഈ ഒരു കല്ലെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാനൊരു കുട്ടിക്കാലം തൊട്ട് അമ്മമ്മയുടെ കൂടെ കാണുന്നതാണ് കേട്ടോ. അമ്മമ്മ ചന്ദനം വരച്ച് തൊടുന്ന ഒരു കല്ലാണിത്. അമ്മമ്മയും അമ്മച്ചനും തമ്മിലുള്ള ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് അത് സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് കണ്ണു വെച്ചിട്ടുള്ളതാണ്. എൻ്റെ അമ്മമ്മ എപ്പോഴും ഉപയോഗിച്ചിരുന്നൊരു എണ്ണയാണ് കേട്ടോ ഇതെനിക്ക് ഇതിൻ്റെ ഒരു മണവും അതുപോലെ കുഴമ്പിൻ്റെ മണം, നമ്മുടെ എന്താ പറയുക പണ്ടത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ആദ്യം ഓടി വരുന്നത് ഇവരുടെയൊക്കെ മുഖമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പഴയ ഒരു കുറേ ഓർമ്മകളും ചിട്ടയായിട്ടുള്ള ജീവിതശൈലിയും അതൊക്കെ അവരിൽ മാത്രമായിട്ട് കണ്ടിരുന്ന ഒരു സംഗതിയാണ്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങനത്തെ രീതികളൊന്നും ഒരിക്കലും കാണാൻ സാധിക്കില്ല. കാരണം ഒരിക്കലും തീരാത്ത പ്രണയം എന്ന് വിചാരിച്ചിരുന്നിടത്ത് ആ പ്രാണനെയും പ്രണയത്തെയും എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് എൻ്റെ അമ്മമ്മ യാത്രയായി കേട്ടോ. എൻ്റെ അമ്മച്ചന് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡറായിട്ട് കൂടെ പോയതാണ് എൻ്റെ അമ്മമ്മ. അവസാനം അമ്മമ്മയ്ക്കത് ശ്വാസകോശത്തിന് ബാധിച്ച് തീരെ വയ്യാണ്ടായി, ശ്വാസം മുട്ടൽ കൂടി, അത് ഓരോരോ പ്രശ്നങ്ങളായിട്ട് അമ്മമ്മയ്ക്ക് അവസാനം മരണത്തിന് കീഴടങ്ങേണ്ട അവസ്ഥ വന്നു. അപ്പോഴും അമ്മമ്മ കരഞ്ഞായിരുന്നത്രേ അവസാനമായിട്ട്. ചിലപ്പോൾ ചിന്തിച്ച് കാണും, ഇനി അമ്മച്ചനെ ആരാണ് ഞാൻ നോക്കിയ പോലെ നോക്കുക എന്നൊക്കെ, ഇനി എൻ്റെ വീട് ആരാണ് ഇത്രയും ചിട്ടയോടുകൂടി കൊണ്ടുപോകുക എന്നൊക്കെ അമ്മമ്മ ഒരുപാട് ചിന്തിച്ച് വേവലാതിപ്പെട്ട് കാണും. എനിക്കിതിനേക്കാളൊക്കെ സങ്കടം തോന്നിയത് എൻ്റെ അമ്മച്ചൻ്റെ ആ ഒരു കിടത്തം കാണുമ്പോഴാണ്.